الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന സന്തോഷിക്കുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തെ സാക്ഷിയാക്കിക്കൊണ്ട് കാലത്തെ മുന്നോട്ട് നയിക്കുകയാണ്. അതെ, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. അതായത് ഓരോ കാലത്തും ഭൂലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ തന്നെയാണ് സത്യം. ആ സംഭവങ്ങളെ നിങ്ങൾ ശരിക്കൊന്ന് പഠനവിധേയമാക്കിയാൽ, ഓരോ കാലത്തും ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ നിങ്ങൾ ചരിത്രപരമായി ഒന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായും ഭൂലോകത്ത് ജീവിച്ച മനുഷ്യരെല്ലാം പരാജയമടഞ്ഞു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകളിലൂടെ ലോകത്തിൻ്റെ ചരിത്രം ആലോകരെ പഠിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ഭൂലോകത്ത് ജീവിച്ച മനുഷ്യരെന്തായിരുന്നു, എന്താണ് അവരുടെ പര്യവസാനം എന്നൊക്കെ പഠിപ്പിച്ചു തരാൻ. അതിൽ 4 ഗുണമുള്ളവർ മാത്രമേ ചരിത്രത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാം. അല്ലാഹു തആല ഓരോ കാലത്തെയും ചരിത്രം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അങ്ങനെയാണ്. ഇല്ലല്ലദീന ആമനു, സർവവും അള്ളാഹുവാണെന്ന് അംഗീകരിക്കുന്നവരൊഴികെ. എന്താണ് അള്ളാഹുവിലുള്ള ഈമാൻ? സർവവും അള്ളാഹുവിനുള്ളതാണെന്ന്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണെന്ന് അംഗീകരിക്കുന്നവർ.
അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് ഇലാഹ്, അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളുണ്ട്, അള്ളാഹുവിൻ്റെ ദാത്ത് പരിശുദ്ധമാണ് എന്നിത്യാദി വിഷയങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കുന്നവരാരോ അവർ ചരിത്രത്തിൻ്റെ നാശത്തിൻ്റെ പട്ടികയിൽ നിന്ന് ഒഴിവാണ്. വഅമിലുസ്സാലിഹാത്ത്, എന്താണ് ഈ അമലുസ്സാലിഹാത്ത്? അതാത് കാലഘട്ടത്തിൽ അള്ളാഹു നിയോഗിച്ചയക്കുന്ന പ്രവാചകന്മാരുടെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നവരാരോ അവരും ആ ലിസ്റ്റിൽ നിന്ന് ഒഴിവാണ്. അതാണ് അമലുസ്സാലിഹാത്ത്. രണ്ടാമത്തെ കലിമ, രണ്ടാമത്തെ ഷഹാദ. നൂഹുൻ റസൂലുള്ള, ഇബ്രാഹിം റസൂലുള്ള, മൂസ റസൂലുള്ള, ഈസാ റസൂലുള്ള, മുഹമ്മദുർ റസൂലുള്ള. അതാത് കാലഘട്ടത്തിൽ നിയോഗിക്കുന്ന മുർസലീങ്ങളുടെ റിസാലത്തിനെ പരിഗണിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവർ പരാജിതരല്ല. അവരെ നാം ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും. തവാസൗ ബിൽ ഹഖ്, ഇതാണ് പച്ചയായ സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നവരും ഒഴികെ. തവാസൗ ബിൽ ഹഖ്, എന്താണ് ആ വസിയ്യത്ത്? മേൽപ്പറയപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറയുക. ദഅവത്ത് എന്നാണ് അതിന് പറയുക. അതാണ് ഹഖ്. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ തദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ. അല്ലാഹു അല്ലാത്തതെല്ലാം ബാത്തിലാണ്. ബാത്തിൽ എന്ന് പറഞ്ഞാൽ ചർച്ചക്ക് കൊള്ളാത്തത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ബാത്തിൽ എന്ന് പറഞ്ഞാൽ ചർച്ചക്കേ എടുക്കാൻ പറ്റുകയില്ല എന്ന്, വെറും സീറോ. അള്ളാഹു അല്ലാത്തതെല്ലാം ബാത്തിലാണ്. അതെ, അള്ളാഹുവുമായി ബന്ധിപ്പിച്ച് അള്ളാഹു അല്ലാത്തതെല്ലാം ബാത്തിലാണ്, അത് ചർച്ചക്ക് പോലും കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ എന്ന് പോലും പറഞ്ഞു പോകാൻ പാടില്ല. അത് എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ള ചർച്ചയാണ്. ഔലിയാക്കന്മാർ അങ്ങനെ ആയാലോ, മലക്കുകൾ അവരഥവാ അങ്ങനെ ചെയ്താലോ, ജിന്നുകൾ അഥവാ അവരെന്തെങ്കിലും സഹായിച്ചാലോ, വലിയുകൾ എന്തെങ്കിലും ഈ ആയാലോ എന്നുള്ള വാക്ക് ഹക്കിനെതിരാണ്, അത് ബാത്തിലാണ്. അള്ളാഹുമായി ബന്ധിപ്പിക്കുമ്പോൾ അള്ളാഹുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു വാക്കും പറ്റുകയില്ല. എന്തുകൊണ്ട്? വഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ തദഊന മിൻ ദൂനിഹിൽ ബാത്തിൽ. ഇതാണ് സത്യമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരാരും ഭൂലോകത്ത് ഇല്ലാതായി പോയിട്ടില്ല. അവർ ചരിത്രത്തിൽ എന്നും നിലനിന്നിട്ടുണ്ട്. ബർസഖിന്റെ ലോകത്തും അവരുടെ ചരിത്രം ബാക്കിയാണ്, ആഖിറത്തിന്റെ ലോകത്തും അവരുടെ ചരിത്രം ബാക്കിയാണ്. മൂന്നാമത്തത് വതവാസൗ ബിസ്സബ്ർ. ഈ മേൽപ്പറയപ്പെട്ട രണ്ട് ദൗത്യങ്ങളാണ് അത്യമായ സത്യം എന്ന് വിളിച്ചു പറയുന്നവർക്ക് ഏൽക്കേണ്ടി വന്നത് ദുരിതങ്ങളാണ്. ആ ദുരിതങ്ങളെല്ലാം ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്നവർ. ഈ 4 ഗുണമുള്ളവർ ലോക ചരിത്രത്തിൽ എന്നും ബാക്കിയായിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അല്ലാഹു തആല നിഷ്കാസനം ചെയ്തിട്ടുണ്ട്, അന്നും ഇന്നും ഇനി അങ്ങോട്ടും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചർച്ചയിലുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഹക്കായ വചനം എന്താണ്? റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് എന്നതാണ് അന്നത്തെ ചർച്ച. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നുബുവത്ത് ഉപയോഗിച്ച് സമൂഹത്തെ പഠിപ്പിച്ച വിഷയം അല്ലാഹുവാണ് റബ്ബ് എന്ന് മാത്രമാണ്. എന്തുകൊണ്ട്? അവനാണ് എല്ലാം. അതുകൊണ്ട് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ വഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലു ലില്ലാഹി അൻദാദ. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബ് എന്ന് നാം പറയുന്നത്. ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്, ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 10 തലമുറകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയമില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അല്ലാഹു അല്ലാത്തൊരു ഇലാഹില്ല എന്ന് പറയാനുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. 10 തലമുറകൾക്കിടയിൽ അല്ലാഹുവേ ഉള്ളൂ എന്നേ അന്ന കാലഘട്ടത്തിൽ ചർച്ചയുള്ളൂ. അല്ലാഹു അല്ലാത്തൊരു ശക്തിയെപ്പറ്റി ചർച്ചയില്ല, വ്യക്തിയെപ്പറ്റി ചർച്ചയില്ല, ഷെയ്ഖിനെ പറ്റിയോ വലിയനെ പറ്റിയോ നബിയെ പറ്റിയോ റസൂലിനെ പറ്റിയോ ജിന്നിനെ പറ്റിയോ മലക്കിനെ പറ്റിയോ കാലഘട്ടത്തിൽ ചർച്ചയില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറയേണ്ടി വന്നില്ല. അല്ലാഹു അല്ലാത്ത ഇലാഹില്ല എന്ന് അന്ന് ആർക്കും പറയേണ്ടി വന്നില്ല. ബഹുമാനപ്പെട്ട ശീസ് നബിക്ക് പറയേണ്ടി വന്നില്ല, ഇദ്രീസ് നബിക്ക് പറയേണ്ടി വന്നില്ല. അതേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലെ ആദ്യത്തെ 10 തലമുറയെ സംബന്ധിച്ച് പറഞ്ഞത് അതാ.
അവർ മുഴുവനും തൗഹീദിലാണ്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തൊരു ശക്തി, വ്യക്തി, വസ്തുക്കളെ പറ്റിയുള്ള ചർച്ച ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ വിളിക്കാൻ പറ്റുമോ, ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ, അവിടെ പോകാൻ പറ്റുമോ, ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ, തവസ്സുൽ ചെയ്യാൻ പറ്റുമോ, ജാഹുബർക്കത്ത് പറയാൻ പറ്റുമോ, ഇങ്ങനത്തെ ഒരു ചർച്ചയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹു അല്ലാത്ത ഒന്നിനെ പറ്റിയുള്ള ചർച്ച ആ കാലഘട്ടത്തിൽ 10 തലമുറകൾക്ക് ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിന്റെ 1-ാം ഘട്ടം പൂർത്തിയായി 2-ാം ഘട്ടത്തിലേക്ക് കടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ലോകത്തിന്റെ 2-ാം ഘട്ടം പഠിപ്പിച്ചു കൊടുത്തത്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി അനിഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹിനെ നാം ആ ഖൗമിലേക്ക് റസൂലാക്കി നിയോഗിക്കുകയുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഖൗമിനോട് പറഞ്ഞ ആദ്യത്തെ വിഷയം അല്ലാഹു റബ്ബാണ് എന്നതാണ്. അനിഅ്ബുദു റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ വേണം ഇബാദത്ത് ചെയ്യാൻ. നിങ്ങളെ പ്രശ്നങ്ങൾ അഖിലവും നിങ്ങളെ റബ്ബിനോട് വേണം പറയാൻ. നിങ്ങളെ ദൈനംദിന വിഷയത്തിൽ അടുക്കള തൊട്ടങ്ങാടി വരെ അള്ളാഹു വേണം കൈകാര്യം ചെയ്യാൻ. നിങ്ങൾ ഉപയോഗിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അസ്ബാബുകളെ അള്ളാഹു അനുകൂലമാക്കി തരാൻ വേണ്ടി നിങ്ങൾ പ്രയോഗിക്കുന്ന അഅ്മാലുകളും അൽ അസ്ബാബു വൽ അഅ്മാൽ, ഇത് 2 വലിയ വിഷയമാണ്. അസ്ബാബ് ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് അസ്ബാബ് എന്ന് പറയുന്നത്. അതിലുള്ളതാണ് ഭരണകൂടങ്ങൾ, അള്ളാഹുവിന്റെ ഏർപ്പാടാണ്. ഇന്ത്യ രാജ്യത്തിന് ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടം അള്ളാഹുവിന്റെ സംവിധാനമാണ്. എന്താണ് അവരുടെ ജോലി? അസ്ബാബുകൾ ഉപയോഗിച്ച് മനുഷ്യരുടെ ആവശ്യം പൂർത്തിയാക്കലാണ്. അസ്ബാബ് ആരതാണ്? അള്ളാഹുവിൻ്റെതാണ്. ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. പെട്രോൾ അള്ളാഹുവിൻ്റെതാണ്, ഡീസൽ അള്ളാഹുവിൻ്റെതാണ്, സ്വർണം അള്ളാഹുവിൻ്റെതാണ്, ആകാശം അള്ളാഹുവിൻ്റെതാണ്, ഭൂമി അള്ളാഹുവിൻ്റെതാണ്, കടലും കരയും അള്ളാഹുവിൻ്റെതാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ് കൂട്ടരെ അള്ളാഹ്? ആരാധിക്കുന്നൊരു പൂജാവസ്തുവോ ഒരു പ്രതിമയോ അതാണോ അള്ളാഹ്? ആരാധിക്കുന്ന ഒരു പൂജാവസ്തു, ഒരു ബിംബം, ഒരു ദൈവം എന്നാണോ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? അതുകൊണ്ടാണ് ഉലമാ പറഞ്ഞത് അള്ളാഹുവിനെ ദൈവം എന്ന് വിളിക്കരുത് എന്ന്. ദൈവം എന്നത് പൂജാവസ്തുക്കൾക്കുള്ള പേരാണ്. അള്ളാഹു അല്ലാത്തവർക്കുള്ളതാണ് ദൈവം. പട്ടിയെ ആരാധിക്കുന്നവർക്ക് പട്ടി ദൈവമാണ്, പൂച്ചയെ ആരാധിക്കുന്നവർക്ക് പൂച്ച ദൈവമാണ്, പന്നിയെ ആരാധിക്കുന്നവർക്ക് പന്നി ദൈവമാണ്, അല്ലേ? തീയെ ആരാധിക്കുന്നവർക്ക് തീ ദൈവമാണ്. ഈ സകല ചപ്പ് ചവർ വസ്തുക്കൾക്കെല്ലാം ഉപയോഗിക്കുന്ന പേരാണോ അള്ളാഹുവിന് ഉപയോഗിക്കുക ദൈവമെന്ന്? എന്നാൽ ഇവർക്കൊന്നും അള്ളാഹു എന്ന് ഉപയോഗിക്കാല്ല. ലോകചരിത്രത്തിൽ ആരും അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഒരു കാര്യം, ദേവിക്കോ ദേവനോ അള്ളാഹു എന്ന് പ്രയോഗിച്ചിട്ടില്ല, ഭഗവാനോ ഭഗവതിക്കോ അള്ളാഹു എന്ന് പ്രയോഗിച്ചിട്ടില്ല, ഷെയ്ഖിനോ വലിയിനോ അള്ളാഹു എന്ന് പ്രയോഗിച്ചിട്ടില്ല, ജിന്നിനോ മലക്കിനോ അള്ളാഹു എന്ന് പ്രയോഗിച്ചിട്ടില്ല. അവർ ആരാധിച്ചാലും എല്ലാം ഓരോന്നിനും ഓരോ പേരുകളാണ്. അള്ളാഹ്ക്ക് മാത്രമുള്ള പേരാണ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മാണ് അള്ളാഹ്. അള്ളാഹിനെ അള്ളാഹു തന്നെ വിളിക്കണം. ഉദ്ഉല്ലാഹ്, അള്ളാഹു തന്നെ വിളിക്കണം, ദൈവം എന്ന് വിളിച്ചു പോകരുത്. അത് അപകടമാണ്. ദൈവം എന്നത് ഇവിടുത്തെ ചപ്പ് ചവറുകൾക്കിട്ട പേരാണ്, അതാത് ഭാഷക്കാർ. അള്ളാഹു എന്ന ജലാലത്തിന് അങ്ങനെ ഒരു പേരില്ല. അള്ളാഹു എന്ന ജലാലത്തിന്റെ ഇസ്മ അള്ളാഹു അല്ലാത്തവർക്ക് ആർക്കും ഒരു കാലഘട്ടത്തിനും പേര് വിളിച്ചിട്ടില്ല. അതാണ് ഒരു വസ്തുത. ദാലിക ബിഅന്ന അല്ലാഹ ഹുവൽ ഹഖ്. എന്തുകൊണ്ടാണത്? അള്ളാഹു ഹഖ വഅന്ന മാ തദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ. അതുകൊണ്ടാണ്. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 കാര്യങ്ങൾ പറയേണ്ടി വന്നു. ഒന്ന്, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ റബ്ബിന് വേണം നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ. അടുക്കള തൊട്ടങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ടാകാശം വരെ അസ്ബാബുകൾ മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. ആ അള്ളാഹുവിന് വേണം നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ. ആ അള്ളാഹുവിന് വേണം നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാൻ, അസ്ബാബുകളെ അനുകൂലമാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതും അള്ളാഹുവിനോട്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന അഅ്മാലുകളും അല്ലാഹു തആലക്ക് വേണ്ടിയാവണം. നമ്മുടെ കർണാടകത്തിന് ഒരു ഭരണകൂടമുണ്ട്, കേരളത്തിന് ഒരു ഭരണകൂടമുണ്ട്. അള്ളാന്റെ സംവിധാനമാണ്. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അല്ലാഹു അധികാരത്തിന്റെ നാഥനാണ്. അധികാരത്തെ അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് കൊടുക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അധികാരം അവരെ കയ്യിൽ നിന്ന് മാറ്റിക്കളയുകയും ചെയ്യും. അതൊന്നും അല്ലാഹു തആലക്ക് മനുഷ്യന്റെ ആവശ്യമില്ല, വോട്ടർമാരുടെ ആവശ്യമില്ല, ഭരണകൂടത്തിന്റെ ആവശ്യമില്ല, പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ അതുപോലെയുള്ളവരുടെയോ ആവശ്യം അല്ലാഹു തആലക്കില്ല.
മാറ്റേണ്ട സമയം വരുമ്പോൾ അല്ലാഹു തആല മാറ്റിയിരിക്കും. ഖുലൂബുന്നാസ് അള്ളാഹിൻ്റെ കയ്യിലാണ്, മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹിൻ്റെ കയ്യിലാണ്. എന്താ കുട്ട മനസ്സിലാക്കിയിരിക്കുന്നത്? എന്തിനാണ് അവരെ അല്ലാഹു തആല ഏൽപ്പിച്ചത്? ആദർശം നോക്കിയിട്ടല്ല, അസ്ബാബുകളെ സംഘടിപ്പിച്ച് സമൂഹത്തിന് ഉപകാരിക്കുന്ന രീതിയിൽ അസ്ബാബുകളെ സപ്ലൈ ചെയ്യാനാണ് അവർ അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് അവരുടെ ജോലി. അള്ളാഹുവിൽ നിന്നാണ് അവർക്കുള്ള സഹായം. അത് ഇടതുപക്ഷ ഭരണകൂടമായാലും വലതുപക്ഷ ഭരണകൂടമായാലും ഫാസിസ്റ്റ് ഭരണകൂടമായാലും ജൂത കൈസവ ഭരണകൂടമായാലും മജൂസി ഭരണകൂടമായാലും ഭരണകൂടത്തെ നിയമിക്കുന്നതും നിർദ്ദേശിക്കുന്നതും അതിനെ ഒഴിവാക്കുന്നതും അള്ളാഹുവിൻ്റെ മുൽക്കിൽപ്പെട്ടതാണ്. അല്ല എന്നാർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ആ സമയത്ത് അവൻ കാഫിറാവും. കലിമ ചൊല്ലി മടങ്ങി വരേണ്ടി വരും, അങ്ങനെ ഒരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ. എന്നിട്ട് അസ്ബാബുകളെ അവരെ കയ്യിൽ ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. ഭരണകൂടം അസ്ബാബുകളെ അനുകൂലമായി ജനങ്ങൾക്ക് ഉപകരിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ സഹായം ഭരണകൂടത്തിനുണ്ടാകും. അഥവാ അസ്ബാബുകൾ ഉപയോഗിച്ച് ഭരണകൂടം ജനങ്ങളെ ദ്രോഹിക്കുകയാണ് എങ്കിൽ ഒന്നിക്കൽ ആ ഭരണകൂടത്തെ പാടെ നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ അവരെ മാറ്റിയിട്ട് വേറൊരു കൂട്ടരെയാക്കും. അതാണ് ലോകത്തിന്റെ ചരിത്രം. ആ ചരിത്രമാണ് അല്ലാഹു തആല മേൽപ്പറയപ്പെട്ട രീതിയിൽ ആവർത്തിച്ചത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലേ? ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഉപ്പുപ്പമാര്, നിങ്ങളെ കാരണവന്മാര്, പൂർവികന്മാരായ ആദം ഉപ്പാപ്പ, അതേപോലെയുള്ള ഉപ്പാപ്പമാര് പഠിപ്പിച്ചത് അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നാണ്. രണ്ടാമതൊരു വാക്കും കൂടി ഇബ്രാഹിം നൂഹ് നബിക്ക് പറയേണ്ടി വന്നു. ആദം നബിക്ക് പറയേണ്ടി വന്നിട്ടില്ലാത്ത, ശീസ് നബിക്ക് പറയേണ്ടി വന്നിട്ടില്ലാത്ത, ഇദ്രീസ് നബിക്ക് പറയേണ്ടി വന്നിട്ടില്ലാത്ത രണ്ടാമത്തൊരു വാക്ക് പറയേണ്ടി വന്നു നൂഹ് നബിക്ക്. എന്താണത്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. സൂറത്തുൽ മുഅ്മിനൂൻ എടുത്തു നോക്കിയാൽ കാണാം. എല്ലാം ഒരുപാട് സൂറത്തുകളിൽ ഇതേ പ്രയോഗം കാണാം. ഉഅ്ബുദു റബ്ബക്കും മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾക്ക് വേറൊരു ഇലാഹില്ല, അള്ളാഹ്ക്ക് പകരം വേറെ ഒരാളെ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത്? നാം പലപ്പോഴും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മറ്റും പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടൊരു ജനത മരിച്ചുപോയ ഔലിയാക്കൾക്ക് ജാറങ്ങൾ കെട്ടി ഇലാഹദ്റത്തിയുമായി ജാഹുവർക്കത്തിന് വേണ്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കെതിരിൽ സംസാരിക്കാനാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി റസൂലായിട്ട് വന്നത്. അവരോടാണ് നൂഹ് നബി പറഞ്ഞത്, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾ വദ്ദിനെ അള്ളാന്റെ ഇടയാളാക്കിയിരിക്കുകയാണ്, സുവായിനെ നിങ്ങൾ അള്ളാന്റെ ഇടയാളാക്കിയിരിക്കുകയാണ്, യഊക്കിനെയും യഗൂസിനെയും നസ്റിനെയും അള്ളാന്റെ ഇടയാളാക്കിയിരിക്കുകയാണ്. അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാനോട് ദുആ ചെയ്യുകയാണ്, അവരോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തുകയാണ്. അവരാവട്ടെ നൂഹ് നബിന്റെ ഖൗമിൽ കഴിഞ്ഞുപോയ മഹാന്മാരായ ഔലിയാക്കളാണ്. പറഞ്ഞത് നൂഹ് നബിന്റെ ഖൗമിൽ നിന്ന് മരിച്ചുപോയ സ്വാലിഹീങ്ങളായ ചില വ്യക്തികളെ പേരാണത് എന്ന് സൂറത്തു നൂഹിൽ അവരെ പേരെടുത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ ഔലിയാക്കൾ ആരും നിങ്ങൾക്ക് ഇടയാളാകാൻ പറ്റിയവരല്ല, നിങ്ങൾക്ക് ഇസ്തിഗാസ ചെയ്യാൻ പറ്റിയവരല്ല, തവസ്സുൽ ചെയ്യാൻ പറ്റിയവരല്ല. അവരുടെ ആരുടെയും ഒന്നിനെയും അള്ളാഹ്ക്ക് ഇടയ്ക്ക് നിർത്തി തവസ്സുലോ ഇസ്തിഗാസയോ നടത്തി അള്ളാഹുവിനെ ഇടപെടിപ്പിക്കാൻ പറ്റിയവരല്ല. എന്തുകൊണ്ട്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. നിങ്ങൾ എന്താ കാര്യം മനസ്സിലാക്കാത്തത്? അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് നോക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ തസ്ബീഹാത്തുകൾ നടത്തുന്ന, അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുന്ന, അള്ളാഹുവിനോട് നരകത്തെ തൊട്ട് കാവലിനെ തേടുന്ന ഒരു സമൂഹത്തോടാണ് നൂഹ് നബി ഇത് പറയുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 11ാമത്തെ തലമുറ മുസ്ലിമീങ്ങളാണ്, പാരമ്പര്യക്കാരാണ്. അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. ഇന്ന് പള്ളിയുണ്ട്, മദ്രസയുണ്ട്, ദർസുണ്ട്, കോളേജുണ്ട്, എല്ലാം ഉണ്ട്. ആധുനികന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായി നിസ്കാരം, മാലിമ്യങ്ങളുണ്ട്, ഉലമാക്കളുണ്ട്, ഖാദിമാരുണ്ട്, അഅമാലുകളുണ്ട്, നോമ്പുണ്ട്, ദിക്റുണ്ട്, തസ്ബീഹുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ഒരു സമൂഹത്തോടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ മാത്രമേ വിളിക്കാവൂ, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹ് അല്ലാത്തൊരു ഇലാഹിനെ നിങ്ങൾക്ക് ആരും നിശ്ചയിച്ചു തന്നിട്ടില്ല. അഫലാ തത്തഖൂൻ. അള്ളാഹുവിനെ അറിയുന്ന സമൂഹത്തോടാണ് നിങ്ങൾക്ക് എന്താ തഖ്വയില്ലാത്തതെന്ന് ചോദിക്കുന്നത്. അല്ലാത്ത സമൂഹത്തോട്, ഇവിടുത്തെ ഹിന്ദുക്കളോട് നിങ്ങൾക്ക് എന്താ തഖ്വയില്ലാത്തതെന്ന് ചോദിക്കേണ്ടതുണ്ടോ? നമുക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികളോട് നിങ്ങൾ എന്താ തഖ്വയില്ലാത്തതെന്ന് ചോദിക്കണം. അതേസമയത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങളോട് നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്, നിങ്ങൾ എന്താ തഖ്വ സൂക്ഷിക്കാത്തത് എന്ന്. ജാറങ്ങളെ വെച്ചുകൊണ്ട് തവസ്സുലും ഇസ്തിഗാസും ചെയ്യുന്ന ഇവിടുത്തെ പാരമ്പര്യക്കാർ നൂഹിന്റെ ഖൗമിന്റെ അനുയായികളാ.
അവരോട് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അഫലാ തത്തഖൂൻ, നിങ്ങൾക്ക് അല്ലാഹു തആല ഇടയ്ക്ക് നിർത്താൻ ഒരാളെ നിശ്ചയിച്ചു തന്നിട്ടില്ലല്ലോ, നിങ്ങൾ എന്താ അള്ളാഹുവിനെ സൂക്ഷിക്കാത്തത് എന്ന് അവരോട് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ ആ ചോദ്യം ഹിന്ദുക്കളോട് ചോദിക്കേണ്ടതില്ല, ക്രിസ്ത്യാനികളോട് ചോദിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? അവരാരും അള്ളാഹുവിൻ്റെ പൂർവ്വ പ്രവാചകന്മാരെ അംഗീകരിച്ച് ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് നൂഹ് നബിയുടെ ഖൗം അങ്ങനെയല്ല. അന്ന് ഹിന്ദുക്കളില്ല, ക്രിസ്ത്യാനികളില്ല, ജൂതന്മാരില്ല, മജൂസികളില്ല, നിരീശ്വരവാദികളില്ല, ഭൗതികവാദികളില്ല, ഒരു മതക്കാരും അന്നില്ല. അന്ന് ആദമിൻ്റെ മക്കൾ മാത്രം, മുസ്ലിമീങ്ങൾ മാത്രം, ആകാശത്തിൽ നിന്ന് പഠിച്ച ഇസ്ലാമിനെ പഠിപ്പിച്ച സമൂഹം മാത്രമേ അന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ. അവരോടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, നിങ്ങൾ അള്ളാഹനെ മാത്രമേ വിളിക്കാവൂ, അല്ലാത്ത ഒരാളെ നിങ്ങൾക്കില്ല. ഈ സന്ദർഭത്തിൽ അവിടുത്തെ മൗലാനമാര്, ശൈഖുനമാര് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രസംഗം കേട്ടപ്പോൾ അനുയായികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത് എന്താ? വലഖദ് فقال الذين الملأ الذين كفروا من قومه നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിൽ നിന്ന് അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന പച്ച യാഥാർത്ഥ്യത്തെ നിഷേധിച്ച ഔലിയാക്കളെ പിന്നാലെ പോയ കാഫിരീങ്ങൾ പറഞ്ഞു. എന്താ ഖുർആൻ? وقال الملأ الذين كفروا من قوم نوح നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അഭിസംബോധനം ചെയ്യുന്ന ജനങ്ങളിൽ നിന്ന് അല്ലാഹു അല്ലാത്തവരും ഉണ്ട് എന്ന് പറയുന്ന കാഫിരീങ്ങളായ മൗലാനമാര് പറഞ്ഞു, വലഖദ് ഖാലൽ മലഉ, ആ സമയത്ത് മൗലാനമാര് പറഞ്ഞു, അല്ലദീന, എങ്ങനെയുള്ള മൗലാനമാർ, കഫറു, അവർ കാഫിരീങ്ങളായിരിക്കുകയാണ്, മിൻ ഖൗമി നൂഹ്, നൂഹ് നബിന്റെ ഖൗമിൽ നിന്ന് കാഫിരീങ്ങളായ മൗലാനമാര് പറഞ്ഞു. എന്താ അവർ പറഞ്ഞെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കി തരുന്ന അങ്ങനെയാ. അവര് പറഞ്ഞത്, ഇൻ ഹാദാ ഇല്ലാ ബശറുൻ, ഓ ജനങ്ങളെ, ഇവനൊരു മനുഷ്യൻ മാത്രമാണ്. ഈ പറയുന്ന നൂഹ് ഒരു മനുഷ്യൻ മാത്രമാണ്. തീർച്ചയായും യുരീദു അൻ യതഫല്ലല അലൈക്കും, നിങ്ങളെ നേതാവാകാൻ നൂഹ് ശ്രമിക്കുകയാണ്. നിങ്ങളെ മേലാളനാകാൻ, നിങ്ങളെ അടക്കി ഭരിക്കാൻ, നിങ്ങളെ മേൽക്കോയ്മ സ്വന്തമാക്കാൻ നൂഹ് ശ്രമിക്കുകയാണ്. ഇൻഷാ അല്ലാഹു ജഅല മലായിക, അല്ലാഹു സുബ്ഹാനഹു വ ജഅലല്ലാഹു മലായികത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകളെ നബിയാക്കി അയക്കുമായിരുന്നു ഈ കാര്യം പറയാൻ. നമ്മളെ കൂട്ടത്തിൽ ജീവിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഇവനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയാക്കി അയച്ചത്. ആധിപത്യം സൃഷ്ടിക്കൽ മാത്രമാണ് ഇവന്റെ ലക്ഷ്യം, വേറൊരു ലക്ഷ്യവും ഇവനിക്കില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. ഇവൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടുപോയത്, മാ സമഇനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, നമ്മുടെ ഉപ്പാപ്പമാർ ഇത് പറഞ്ഞിട്ടില്ല, അല്ലാഹ് മാത്രം ഇന്ന്. നമ്മുടെ കാരണവന്മാർ ഇത് പറഞ്ഞിട്ടില്ല, അല്ലാഹ് മാത്രം ഇന്ന്. ഇവൻ പുതിയൊരു സിദ്ധാന്തവുമായിട്ട് വന്നിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത. ഖുർആനാണ് കൂട്ടരെ, പരിശുദ്ധ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കരുതോ, എൻ്റെ പരിഭാഷയും വായിച്ചു നോക്കരുതോ. ഞാൻ ഒറ്റ ചോദ്യമല്ലേ ചോദിക്കുന്നുള്ളൂ, നൂഹ് നബി ആരോടാണ് ഇത് പറഞ്ഞത് എന്ന്. അന്ന് ഹിന്ദുക്കളുണ്ടോ? ഇല്ല. ഹിന്ദുക്കൾ വരുന്ന എപ്പോഴാണ്? നൂഹ് നബി എല്ലാം മരിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ദ്രാവിഡ മതക്കാർ വരുന്നത്. ഇബ്രാഹിം നബി വഫാത്തായിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ആര്യമതക്കാർ വരുന്നത്. മൂസാ നബിന്റെ വഫാത്തിന് എത്രയോ കാലത്തിന് ശേഷമല്ലേ ജൂതമതക്കാർ വരുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ട് വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടല്ലേ ക്രിസ്തുമതം വരുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമല്ലേ ഷീഈ മതം വരുന്നത്. മതങ്ങളെല്ലാം വരുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമല്ലേ. അപ്പോൾ ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആരോടാണെന്ന് ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കരുതോ? നമ്മളൊക്കെ മനുഷ്യരല്ലേ. എന്തിനാണ് ഈ അന്ധമായ അനുസരണവും അനുകരണവും? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്ന കാര്യം ഇതാ. നൂഹ് നബിന്റെ ഖൗമിൽ നിന്ന് കാഫിരീങ്ങളായ മേലാളന്മാര് പറഞ്ഞത്, ഇത് നൂഹിന്റെ വെറും പണ്ടത്തരം മാത്രമാണ്. ഒരിക്കലും അല്ലാഹു അങ്ങനെ ഒരാളെ നിയോഗിക്കുന്ന പ്രശ്നമില്ല. അഥവാ നിയോഗിക്കുമെങ്കിൽ മലക്കുകളെ അയക്കുമായിരുന്നു നിങ്ങളോട് ഈ കാര്യം പറയാൻ. തീർച്ചയായിട്ടും നമ്മുടെ ഉപ്പപ്പമാര്, മാ സമഇനാ ബിഹാദാ, നമ്മൾ ഇത് കേട്ടിട്ടില്ല, ഫീ ആബാഇനൽ അവ്വലീൻ, നമ്മളെ ഉപ്പപ്പമാര് വല്യുപ്പമാരൊന്നും ഇത് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ കേട്ടത് എന്താണ്? ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വദ്ദ് തങ്ങൾ, ഇലാ ഹദ്റത്തി വദ്ദ് തങ്ങൾ അൽ ഫാത്തിഹ, ഇലാ ഹദ്റത്ത് സുവാദ് തങ്ങൾ അൽ ഫാത്തിഹ, ഇലാ ഹദ്റത്തി യഊഖി യഊസ് നസ്ർ തങ്ങൾ അൽ ഫാത്തിഹ ബിജാഹി വ ബറക്കത്തി. ഇതാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. നമ്മൾ ഉപ്പപ്പമാരിൽ നിന്ന് കേട്ടത് അതാണ്. ഈ നൂഹ് പറയുന്ന അല്ലാഹ് മാത്രം എന്നത് നമ്മൾ ഇവരിൽ നിന്ന് കേട്ടിട്ടില്ല. ഇവരാണ് നമുക്ക് ഈ ജാരങ്ങൾ പണിത് തന്നത്. ഇവരാണ് ഈ ഖബർസ്ഥാനിൽ ഈ 5 ഖബറുകളെ കെട്ടിത്തന്നത്. ഇവരാണ് മരത്തിന്റെ കുറ്റി കുഴിച്ചിട്ടിട്ട് അടയാളപ്പെടുത്തിയത്. പിന്നെ ഈ നൂഹ് എന്തായി പറയുന്നത്? അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നൂഹ് നബിന്റെ ഖൗമ് അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തായ നമ്മളോട് പറയുന്നത്, മുവഹിദുകളോട് പറയുന്നത്. ചരിത്രം കൂട്ടി വായിച്ചോളണം. അതിനാണ് പരിശുദ്ധ ഖുർആൻ. എന്നൊരു നബി വരൂല ഇത് കൂട്ടി വായിച്ചു തരാൻ, ഇന്നൊരു റസൂല് വരൂല ഇത് കൂട്ടി വായിച്ചു തരാൻ. നമ്മൾ വായിച്ചോളണം. ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് അല്ലാഹു തആല എല്ലാ കാലഘട്ടത്തിനും തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനും അല്ലാഹു തആല ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നാം പെടണമെന്നാണ് നാം പറയുന്നത്. പെട്ടവർ അത് നിലനിർത്തണമെന്നാണ് നാം പറയുന്നത്. ചരിത്രം മുന്നോട്ട് പോയി. എന്താണ് കാലഘട്ടത്തിൽ നടന്നത് എന്ന് അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. നാമും വിശദീകരിച്ചിട്ടുണ്ട് പലതവണയായി. ചരിത്രം പിന്നോട് മുന്നോട്ട് പോയി. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെത്തി. ഇതേ ആവർത്തനം കൊണ്ട് ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി വെച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല എന്നത് കലിമത്തുൽ ഹഖായി മാറി. അല്ലാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കുന്ന സമൂഹം അല്ലാഹു അല്ലാത്ത ഒന്നില്ല എന്നും കൂടി പറയേണ്ടി വന്നു. 2 കലിമ പറയേണ്ടി വന്നു. ഒന്ന് അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്, ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. ഇത് അടിസ്ഥാനപരമായി എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കേണ്ട വാക്കാണ്. അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്, അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മുടെ നാവിൽ എന്ത് വരണം? അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്. ഭാര്യയോട് ഭർത്താവ് എന്ത് പറയണം പ്രശ്നങ്ങൾ വരുമ്പോൾ? ക്ഷമിക്കു കുട്ടി, അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്. മക്കൾ എന്തൊക്കെ പ്രശ്നങ്ങൾ പറയുമ്പോൾ പറയണം, മക്കളെ ക്ഷമിക്കുക, അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്. എന്തിനും ഏതിനും തൊട്ടതിനും തൊടാത്തതിനും എന്തിനും നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കെന്താണ്? റബ്ബുനല്ലാഹ്, റബ്ബുനല്ലാഹ്. ഭരണകൂടത്തെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ആൾക്കാരെ കൂട്ടിയിരുത്തിട്ട് പറ, നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്, ഇവനെ മാറ്റാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്, ഇവനെ നിശ്ചയിച്ചത് ആരാണോ ആ റബ്ബ് ഇവനെ മാറ്റിത്തരും. നമുക്ക് അല്ലാഹുവിനെ സ്വന്തമാക്കാം. അതിനാണ് അല്ലാഹു അഅ്മാല് വെച്ചത്. അസ്ബാബിനെ ഉപയോഗപ്പെടുത്താനാണ് അഅ്മാല് വെച്ചത്. അഅ്മാലുകളെ കൊണ്ട് അല്ലാഹനെ ഇടപെടിപ്പിക്കണം, അസ്ബാബുകളെ നമുക്ക് അനുകൂലമാക്കി തീർക്കാൻ. അസ്ബാബുകളെ അനുകൂലമാക്കി തീർക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അഅ്മാലുകളെ കൊണ്ട് അല്ലാഹനെ ഇടപെടിപ്പിക്കണം. അതിനാണ് അഅ്മാല് വെച്ചിരിക്കുന്നത്. ആരോടെങ്കിലും പരാതി വന്നിട്ട് മുസ്ലിമീങ്ങൾക്ക് ആരോട് പരാതി? കോടതിയോട് പരാതി, ഭരണകൂടത്തോട് പരാതി, മാലോകരോട് പരാതി. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം റോട്ടിലിറക്കിയിട്ട് ജിഹാദ് സിന്ദാബാദ്, നമുക്ക് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ റോട്ടിലിറങ്ങണം. ആരോട് പരാതി? അല്ലാഹു പറയുന്നു, ഭരണകൂടത്തെ ഞാനാണ് നിശ്ചയിച്ചത്, എന്നെ കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങൾ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റുകയില്ല, എന്നെ കൊണ്ടേ അത് മാറ്റാൻ പറ്റുകയുള്ളൂ. ഞാൻ മാറ്റണമോ? നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്നോട് ഉദൂനി അസ്തജിബ് ലക്കും, ആവശ്യപ്പെടുന്ന എന്നോട് നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അഅ്മാലാണ്, അസ്ബാബുകളെ ഒരുമിച്ച് കൂട്ടലല്ല. അസ്ബാബുകൾ ഒരുമിച്ച് കൂട്ടേണ്ടത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതന്മാരും കമ്മ്യൂണിസ്റ്റുകളും അതുപോലെയുള്ളവരും അസ്ബാബുകളെ കൊണ്ട് കളിക്കട്ടെ. നിങ്ങൾ അഅ്മാലുകളെ കൊണ്ട് കളിക്കണമെന്ന് അല്ലാഹു പറഞ്ഞത് മുസ്ലിമീങ്ങളോടാ. നാമും അഅ്മാലും തമ്മിൽ എന്ത് ബന്ധം? ആ കാഫിരീങ്ങളെ പോലെ നാമും അസ്ബാബിന്റെ ആൾക്കാരായില്ലേ? പിന്നെ എങ്ങനെയാണ് അല്ലാഹു ഇടപെടുക? കാത്തുകൊള്ളുക. മുസ്ലിമീങ്ങൾക്ക് വരാനിരിക്കുന്നത് കടുകടുത്ത പരീക്ഷണമാണ്, തിരുത്താൻ തയ്യാറില്ലെങ്കിൽ. കടുകടുത്ത പരീക്ഷണമാണ് മുസ്ലിമീങ്ങൾക്ക് വരാതിരിക്കുന്നത്. അതിൽ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ മറ്റോ പെട്ടോളൊന്നില്ല, മുസ്ലിമീങ്ങളോ മാത്രം. എല്ലാവർക്കും ഒരു പരാതി, മുസ്ലിമീങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ? എല്ലാ രാജ്യത്തും മുസ്ലിമീങ്ങളാണുള്ള ചർച്ച. ഇന്ത്യയിലും മുസ്ലിമീങ്ങൾ ചർച്ച, പാകിസ്ഥാനിലും മുസ്ലിമീങ്ങൾ ചർച്ച, അമേരിക്കയിലും മുസ്ലിമീങ്ങൾ ചർച്ച, റഷ്യയിലും മുസ്ലിമീങ്ങൾ ചർച്ച. എന്താണ്? അതെ, മുസ്ലിമീങ്ങളാണ് ചർച്ച. കാരണം മുസ്ലിമീങ്ങളുടെ കയ്യിലാണ് അല്ലാഹു അഅ്മാൽ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ചർച്ചയിലായത്. അസ്ബാബിനെ ഏൽപ്പിച്ചവനെ പറ്റി അല്ലാഹു ചർച്ച ചെയ്യുന്നില്ല, അസ്ബാബുകളെ ഏൽപ്പിച്ചവനെ പറ്റി അല്ലാഹു തആല ചർച്ച ചെയ്യുന്നില്ല. അഅ്മാൽ ഏൽപ്പിച്ചവനെ പറ്റിയാണ് അല്ലാഹു തആല ചർച്ച ചെയ്യുന്നത്. കാരണം മുസ്ലിമീങ്ങൾ ഈ ഭൂമിയിലെ ഔദ്യോഗിക പൗരന്മാരാണ്. ആ പൗരന്മാർ ആ പൗരത്വത്തിന് അനുസൃതമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആ പൗരത്വം അല്ലാഹു തആല ക്യാൻസൽ ചെയ്യും. അതോടുകൂടി ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഏറ്റവും നിന്ദിക്കപ്പെട്ടവരും നീചന്മാരുമായിട്ട് മാറും. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഖൗമിനോട് പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹിമു ലിഅബീഹി വഖൗമിഹി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ബാപ്പാനോടും ഖൗമിനോടും പറഞ്ഞു,
ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ. നിങ്ങൾ ഈ ഇബാദത്ത് ചെയ്യുന്ന, നിങ്ങൾ ഈ ഇസ്തിഗാസ ചെയ്യുന്ന, നിങ്ങൾ ഈ തവസ്സുൽ ചെയ്യുന്ന, നിങ്ങൾ ഈ ബർക്കത്ത് കൊണ്ട് തേടുന്ന, നിങ്ങൾ ഈ രൂപങ്ങൾ, നിങ്ങൾ ഈ ബിംബങ്ങൾ, നിങ്ങൾ ഈ മരിച്ചുപോയ മഹാന്മാർ, വലിയുകൾ, ഷെയ്ഖുകൾ, മലക്കുകൾ, ജിന്നുകൾ, ഇവരാരെയും അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് സൂറത്തു സുഹ്റുഫ്. ഖാല ഇബ്രാഹിമു ലി അബീഹി, ബാപ്പാനോട്, വ ഖൗമിഹി, ഖൗമിനോടും, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ. നിങ്ങൾ ഈ ശൈഖന്മാരെ ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുകയില്ല. ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാണ്. പക്ഷെ അംഗീകരിക്കും ഞാൻ ഒരാളെ, ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ. എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചവൻ ഒരുത്തനുണ്ട്, അവനെ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ. അവനാണ് എനിക്ക് വഴി കാണിച്ചു തരേണ്ടത്. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ബാപ്പാനോട്, നമ്രൂദിനോട്, ഭരണകൂടത്തോട്, രാഷ്ട്രീയക്കാരോട്, 99% വരുന്ന ഇറാഖിലെ ജനങ്ങളോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്ക് നിന്നിട്ട് പറഞ്ഞ വിഷയം എന്താ? ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ. ചരിത്രം മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ചരിത്രവും കൃത്യമായിട്ട് പറഞ്ഞത് അടിസ്ഥാന വിഷയം അല്ലാഹുവാണ് റബ്ബ്. അതുകൊണ്ട് ഇന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ആ റബ്ബല്ലാതെ വേറെ ഇലാഹ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ കാണണം ഈ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹി കാലഘട്ടത്തെ പ്രത്യേകമായ ഒരു മാസവും പ്രത്യേകമായ ഒരു ഇബാദത്തുമായി ബന്ധിപ്പിച്ച് സംസാരിച്ചില്ല. എന്തുകൊണ്ടാണത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമക്ക് ചർച്ച തുടങ്ങിയത്. അത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം മുഴുവനും അതിന്റെ ചരിത്രമാണ്. അതുകൊണ്ടൊരു പ്രത്യേക മാസം ഓർക്കാനോ ഒരു പ്രത്യേക ദിവസം ഓർക്കാനോ അള്ളാഹു സംവിധാനം ഉണ്ടാക്കിയില്ല. ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ ഉണ്ടാക്കിയോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വെച്ചുകൊണ്ടെങ്കിൽ ഇബാദത്ത് അല്ലാഹു തആല സുന്നത്താക്കി തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രത്യേക അമൽ അല്ലാഹു തആല സുന്നത്താക്കി തന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണത്? ജീവിതമെമ്പാടും 24 മണിക്കൂറും 360 ദിവസവും നൂഹ് നബിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലേക്ക് വരണം. ഒരു ഭാഗത്ത് അല്ലാഹു മാത്രം, മറുഭാഗത്ത് മറ ചെയ്യപ്പെട്ട ജാറങ്ങളും ഔലിയാക്കളും ജീവിച്ചിരിക്കുന്ന ജിന്നുകളും മലക്കുകളും. അത് 24 മണിക്കൂറും സജീവമാകണം. അതൊരു പ്രത്യേക സമയത്ത് മാത്രം ഓർത്താൽ പോരാ. എന്നാൽ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെയും ചരിത്രത്തെയും അല്ലാഹു തആല ദുൽഹജ്ജ് മാസവുമായിട്ട് ബന്ധിപ്പിച്ചു. ഒരു പ്രത്യേക അമലതിന് വേണ്ടി ഉണ്ടാക്കി. ഹജ്ജ് എന്ന അമല് വെറും കർമ്മങ്ങൾ നിർവഹിക്കാനും മനുഷ്യന് പാപങ്ങൾ പുറത്തു കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് മാത്രമല്ല. പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് മുവഹിദീങ്ങൾക്ക് മാത്രമാണ്. 18 ലക്ഷം ജനങ്ങൾ ഈ കൊല്ലം ഹജ്ജിന് കൂടിയിട്ടുണ്ട്. ആ 18 ലക്ഷം ജനങ്ങളുടെ കൂട്ടത്തിൽ മുവഹിദീങ്ങൾ മാത്രമാണ് നേടിയത്. വല്ലാഹി ബാക്കിയുള്ളവർക്ക് മുഴുവനും ലക്ഷങ്ങൾ നഷ്ടം, ഒന്നും ലാഭിക്കാൻ പറ്റുകയില്ല. എന്നാലും എന്ന പ്രയോഗം അള്ളാന്റെ കാര്യത്തിൽ വേണ്ട. എന്നാലും ഒരു 5-8 ലക്ഷം ചെലവാക്കിയിട്ട് പോയില്ല ഉസ്താദ്, എന്തെങ്കിലും കൊടുത്തോടെ അള്ളാഹ്ക്ക്. അള്ളാഹു തആല ഇവിടുത്തെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അല്ല, എന്തെങ്കിലും കൊടുത്തിട്ട് ഒഴിവാക്കാൻ. അള്ളാഹുവിൻ്റെത് ക്ലിയറാണ് കാര്യം. ഒന്നിക്കലുണ്ട് അല്ലെങ്കിൽ ഇല്ല. തീർച്ചയായിട്ടും ജാറങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ അണുമണി തൂക്കബന്ധമുള്ളവരാണ് ഹജ്ജിന് പോയതെങ്കിൽ വല്ലാഹി അവന്റെ ഹജ്ജ് ലം യുഖ്ബൽ, ഹജ്ജ് കബൂലാകുന്ന പ്രശ്നമില്ല. ആ പൈസ നഷ്ടം, ആരോഗ്യവും നഷ്ടം, യാത്രയും നഷ്ടം. എന്തുകൊണ്ടത്? അല്ലാഹു തആല അന്ന് പ്രഖ്യാപിച്ചതാണ് ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ. അത് ക്ലിയർ ആക്കിയിട്ടുണ്ടെന്ന് അല്ലാഹു റസൂൽ സാക്ഷിയാക്കിക്കൊണ്ട് ആ പുണ്യമായ ഹജ്ജ് ദിവസം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു. ഖുർആൻ സൂറത്തു തൗബയിൽ ആയത്തുമായിട്ട് അലി അള്ളാഹുവിനോട് പറഞ്ഞു, അബൂബക്കർ ഹജ്ജിന് പോയിട്ടുണ്ട്, അബൂബക്കർ പോയിട്ട് പറയണം, കഅബത്തിൽ ഇത് വെച്ച് പ്രഖ്യാപിക്കണം, അടുത്ത കൊല്ലം ജാറത്തിന്റെ ആൾക്കാർ ആരും ഹജ്ജിന് വരാൻ പാടില്ല എന്ന് പറയണമെന്ന്. അത് ക്ലിയർ ആക്കിയ ശേഷമാണ് പിറ്റത്തെ കൊല്ലം അഷ്റഫുൽ ഖൽഖ് ഹജ്ജിന് പോയത്.
എന്തുകൊണ്ടാണ് ഹജ്ജ് അസ്ഥാനത്തായത്? റസൂലുള്ളാഹി തങ്ങൾക്ക് നിസ്കാരം നേരത്തെ ഫർളായില്ലേ, നോമ്പ് ഫർളായില്ലേ, ഹജ്ജ് സക്കാത്ത് ഫർളായില്ലേ? എപ്പോഴാണ് ഹജ്ജ് നിർവഹിച്ചത്? റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന് 2 മാസം മുമ്പല്ലേ ഹജ്ജ് ഫർളായി നിർവഹിക്കുന്നത്? കാരണം 100% ശിർക്കിൽ നിന്ന്, ജാറങ്ങളിൽ നിന്ന് മോചിതമാകണം കഅബാലയം. ഇതെല്ലാം മോചിതമായി മക്കം ഫത്തുഹും നടന്ന് ക്ലിയറായി ജാറങ്ങളെല്ലാം അടിച്ചു പൊളിച്ചു മാറ്റി അള്ളാഹ്ക്ക് മാത്രം കഅബാലയത്തെ ആക്കി തീർത്തതിന് ശേഷമാണ് അഷ്റഫുൽ ഖൽഖ് ഹജ്ജിന് പോകുന്നത്. അതാണ് ആ പ്രഖ്യാപനം. ഇതൊരു ചെറിയ കാര്യമല്ല കൂട്ടുകാരെ. മുവഹിദീങ്ങളടക്കം, തൗഹീദിൻ്റെ ആൾക്കാരടക്കം അങ്ങനെയൊക്കെ മതി എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യം കെട്ടവരാണ്. ഇസ്തിഖാമത്ത് നഷ്ടപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. നമുക്കൊക്കെ തൗഹീദൊക്കെ ഉണ്ട്, എന്നാലും എന്നാണ് നിങ്ങളുടെ പ്രയോഗമെങ്കിൽ എന്തോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മുവഹിദുകൾ അപകടത്തിലാണ്, വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന്റെ പൂർത്തീകരണം നൽകി. ആ പ്രഖ്യാപനത്തിനെ ഹജ്ജുമായിട്ട് ബന്ധിപ്പിച്ചു അല്ലാഹു തആല. സിറിയയിൽ വെച്ച് ഹാജറാനെയും കൂട്ടി ഇസ്മായിലിനെയും കൂട്ടി മക്കായിലേക്ക് പോകണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിനെ അറുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൂട്ടുകാർക്ക് കൊടുക്കാനല്ല. അങ്ങനെ ആരും ചിന്തിച്ചു പോയോ? ഉദഹിയത്ത് അറുത്തത് ബിരിയാണിക്ക് വേണ്ടിയിട്ടാണെന്ന് ആരും ചിന്തിച്ചു പോയോ? ഹദ്റത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇബ്രാഹിം നബിനോട് അറുക്കാൻ വേണ്ടി പറഞ്ഞത് ബിരിയാണി വെക്കാനാണോ, തിന്നാനാണോ? മരിച്ചതിന് ശേഷം എന്താ മയ്യത്ത് ചെയ്യേണ്ടതും കൂടി മുൻകൂട്ടി അറിയിച്ചിട്ടില്ല ഇബ്രാഹിം നബിനോട്. മോനെ അറുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഓ ഇബ്രാഹിം, മകനെ അറുക്കണമെന്ന് നേർച്ച പറഞ്ഞതല്ലേ, എന്നോട് ശപഥം ചെയ്തതല്ലേ, അറുത്തേ പറ്റൂ. അറുത്തിട്ട് ആ മയ്യത്ത് എന്താ ചെയ്യേണ്ടത്, എവിടെയാ കുഴിച്ചേണ്ടത് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലാഹു തആല. അത് അറുത്തതിന് ശേഷം ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളിവിടെ ഉദഹിയത്തൊന്നും പറഞ്ഞിട്ട് പിരിച്ചിട്ട് ജാർഖണ്ഡിലേക്ക് ഇറച്ചി അയച്ചു കൊടുക്കുന്നത് തിരക്കില്ല. നാട്ടുകാർ ഇറച്ചി ജാർഖണ്ഡിൽ അയച്ചു കൊടുത്താൽ എങ്ങനെയാ ശരിയാകും കൂട്ടരെ? ഉദഹിയത്ത് നാട്ടുകാർ അവകാശമല്ലേ? ആരാൻ്റെ അവകാശത്തിൽ നിർത്തിയിട്ടാണോ പാവപ്പെട്ടവരെ നിങ്ങൾ ചാരിറ്റി നടത്തേണ്ടത്? ആ കുട്ടീനെ ഒന്ന് അടക്കിയിരുത്തേ, ആ കളിക്കുന്ന കുട്ടീനെ ഒന്ന് അടക്കിയിരുത്താൻ. ജാർഖണ്ഡിലേക്ക് അയക്കേണ്ടത് ആണോ? ഈ ഇറച്ചി സാധുക്കളുടെ അവകാശമല്ലേ, നാട്ടിലെ പാവങ്ങളുടെ അവകാശമല്ലേ? ഈ നാട്ടിൽ 10 പണക്കാരോ അല്ലെങ്കിൽ 10 ആൾക്കാരോ ഇറച്ചി നടത്താൻ ആ നാട്ടിലെ അവകാശമാണത്. നിന്റെ കീശിന്ന് പൈസ എടുത്തിട്ട് ജാർഖണ്ഡിൽ കൊടുക്കണം. എനിക്ക് ഇഷ്ടംപോലെ തന്നിട്ടില്ലേ അല്ലാഹു തആല? ഈ പാവപ്പെട്ടവൻ്റെ അവകാശം ചോർന്നിട്ട് വേണോ നീ ആരാനെ സഹായിക്കാൻ? നിന്റെ ചാരിറ്റി, നിന്റെ സംഘടന ചാരിറ്റി. ആരാൻ്റെ പൈസ എടുത്തിട്ട് സംഘടന ചാരിറ്റി, പലിശക്കാരനോട് പൈസ വാങ്ങിയിട്ട് സംഘടന ചാരിറ്റി, ദൂർത്തടിക്കുന്നവരോട് പൈസ വാങ്ങിയിട്ട് സംഘടന ചാരിറ്റി. നീ എന്നോട് ആരും അവകാശപ്പെട്ടില്ലോ? എനിക്ക് ആരേൽപ്പിച്ചത്? സക്കാത്തിൻ്റെ പൈസ സാധുക്കൾക്ക് അവകാശപ്പെട്ടല്ലേ? ഉള്ളാളത്തിൽ 10 മുതലാളിമാരുണ്ടെങ്കിൽ ആ 10 മുതലാളിമാരെ സക്കാത്തിൻ്റെ പൈസ ഉള്ളാൾക്കാർക്ക് അവകാശപ്പെട്ടതല്ലേ? ആ ഉള്ളാൾക്കാർക്ക് അവകാശപ്പെട്ട ഹക്കെടുത്തിട്ട് വേണോ ആരാനും കൊടുക്കാൻ? നിന്റെ പൈസ എടുത്തിട്ട് കൊടുക്കണം, നിന്റെ കീശി നിർത്തി കൊടുക്കണം. ഇപ്പോൾ പ്രസംഗിക്കുന്ന മൗലവി ആയാലും സംഘടനയുടെ പ്രസിഡന്റ് ആയാലും അവനവൻ്റെ കീശി നിർത്തി കൊടുക്കണം, കച്ചവടത്തിൻ്റെ ഓഹരി നിർത്തി കൊടുക്കണം. ജാർഖണ്ഡിലേക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഉദയത്തി നാട്ടുകാരുടെ അവകാശമാണ്. ആരാൻ്റെ അവകാശം എടുത്തിട്ടല്ല മറ്റുള്ളവരെ സഹായിക്കേണ്ടത്. ഇതെന്തൊരു ചാരിറ്റിയാണ്? അപകടമായ കള്ളത്തരത്തിന്റെ ചാരിറ്റി. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിലിനെ അർത്ഥം എന്തിനു വേണ്ടിയിട്ടാണെന്നത്? ഇറച്ചി അരക്കാനല്ല, ചാർക്കണ്ടിൽ കൊണ്ടുപോയിട്ട് ഇറച്ചി വിതരണം ചെയ്യാനും അല്ല. നീ എത്രത്തോളം അള്ളാഹ്ക്ക് തഖ്വയുള്ളവനാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാ. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ, ആ ഇറച്ചി അള്ളാഹിന്റെ അടുത്ത് എത്തുന്നില്ല. വലാ ദിമാഉഹു, അതിന്റെ രക്തവും അള്ളാഹിന്റെ അടുത്ത് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, ആ ഇറച്ചി, ആ മൃഗത്തെ അറുക്കാൻ പ്രേരിപ്പിച്ച നിന്റെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതാണ് അല്ലാഹു തആല നോക്കുന്നത് എന്ന്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് അല്ലാഹു തആല ചെയ്യിപ്പിച്ചത്. മക്കാവിൽ കൊണ്ടുവന്നിട്ട് മോനെ അവിടെ വളർത്തിക്കൊണ്ടുവന്നു. ആ മോനെയും കൂട്ടിയിട്ട് കഅബത്തിന്റെ പണി പൂർത്തിയാക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി. വൈദ് ബവ്വഇനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത് വ ഇസ്മായിൽ, ഇബ്രാഹിമിനും ഇസ്മായിലിനും കഅബാലയത്തിന്റെ അസ്ഥിവാരം എവിടെയായിരിക്കണമെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇബ്രാഹിമും മോൻ ഇസ്മായിലും കൂടി വീട്ടിന്റെ പണി തുടങ്ങി. കഅബാലയം പുനർനിർമ്മിക്കപ്പെട്ടു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജാറത്തിന്റെ ആൾക്കാർക്ക് എതിരായി അള്ളാഹു ശിക്ഷ ഇറക്കിയപ്പോൾ ആ വെള്ളപ്പൊക്കത്തെ നശിപ്പിക്കാതെ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തി കഅബാലയത്തെ. അത് പുനർനിർമ്മിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. അതുകൊണ്ടാണ് കഅബാലയമുള്ള അടിത്തറ ഇബ്രാഹിമിനെ കാണിച്ചു കൊടുത്തു എന്ന് അല്ലാഹു തആല പറഞ്ഞത്. കഅബാലയത്തിന്റെ പണി പൂർത്തിയായതിന് ശേഷം അള്ളാഹുവിനോട് കബൂലിയത്തിന് വേണ്ടി ചോദിച്ചു ആ പ്രിയപ്പെട്ട ഇബ്രാഹിം നബി. ആ സമയത്ത് അല്ലാഹു തആല കബൂലാക്കി എന്ന് അറിയിച്ചുകൊണ്ടാണ് ആ വിവരം കൊടുത്തത്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, വിളിക്കൂ ഇബ്രാഹിമിനെ, ജനങ്ങളെ വിളിക്കൂ, അവർ വരട്ടെ ഇവിടത്തേക്ക്. നിന്റെ ദൗത്യം ലോകത്തിന്റെ മുഴുവനും എത്തിക്കാൻ അവർ നാനാഭാഗത്തും എത്തട്ടെ. വലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, കാൽനടയായിട്ടും വരും അവർ.
വാഹനപ്പുറത്തും വരും അവർ, വിമാനത്തിനും വരും, കപ്പലിലും വരും, ഒട്ടകത്തിനും വരും, കുതിരയിലും എല്ലാവരും വരും. വരട്ടെ അവർ. എന്നിട്ട് നിന്റെ ദൗത്യം അവരെ നാട്ടിൽ പോയിട്ട് വിളംബരം ചെയ്യട്ടെ. അതിനുവേണ്ടി ജനങ്ങളെ ഇങ്ങോട്ട് വിളിക്കും. വജഅലഹ കലിമത്തൻ ബാഖിയത്തൻ ഇലാ അഖ്ബിഹി ലഅല്ലഹും യർജിഊൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ഇന്നി ബറാഉം മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി. ആ വാക്കിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് വജഅലഹ, ഇബ്രാഹിം പറഞ്ഞ ആ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ധ്വനി, ജഅലഹ അല്ലാഹു അതിനെ ആക്കി കലിമത്തൻ ബാഖിയത്തൻ, എന്നും ബാക്കിയാവുന്ന ഇലാ അഖ്ബിഹി, ലോകാവസാനം വരെ ബാക്കിയാവുന്ന ഒരു പരിശുദ്ധ കലിമയാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു തആല നിലനിർത്തി. അത് ഇബ്രാഹിമിന്റെ ക്രെഡിറ്റാ. അതാണ് അല്ലാഹു തആല ദുൽഹജ്ജിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചത് അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല ചരിത്രത്തിന്റെ 3-ാം ഭാഗത്തേക്ക് 4-ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം താസീം മീം വൽ കിതാബിൽ മുബീൻ നത്ലു അലൈക മിൻ നബഇ മൂസ വഫിർഔന ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം തുടരുകയാണ്. ഓ മുഹമ്മദ് നബി, മൂസയുടെയും മൂസന്റെ എതിരാളിയായ ഫിറഔന്റെയും സത്യമായ വൃത്താന്തം നിങ്ങൾക്ക് ഞാൻ ഇതാ ഓതിത്തരാൻ പോകുകയാണ്, നിങ്ങളത് മനസ്സിലാക്കണം എന്നും പറഞ്ഞ് അല്ലാഹു തആല മുഹറത്തിലേക്ക് കടക്കുകയാണ്. അടുത്തത് മുഹറമാണ്. ഈ മാസം മുഹറമാണ്. ചരിത്രം വരുന്ന വഴി, അമലുകളെ ചരിത്രവുമായി അള്ളാഹു ബന്ധിപ്പിക്കുന്ന വഴി, അടിസ്ഥാനമായിട്ട് തൗഹീദിനെ അള്ളാഹു തആല നിലനിർത്താൻ വേണ്ടി ഏർപ്പാടാക്കിയ ഏർപ്പാടുകൾ, ഇതൊക്കെ നാം വരും നാളുകളിൽ മുഹറവുമായി ബന്ധപ്പെട്ട ഖുതുബകളും മറ്റും കേൾക്കുമ്പോൾ തീ കൂട്ടി വായിച്ചു കൊള്ളണമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടാനും ആ ബോധ്യം മരിക്കുന്നത് വരെ ഇസ്തിഖാമത്ത് നേടാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകുമ്പോൾ ഈ ഹക്കായ വാക്കുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനും എന്താണോ വേണ്ടത് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്കത് പൂർത്തിയാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ കൂട്ടുകാരിൽ പലരും മരിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ ബർസഖ് സന്തോഷമാക്കി കൊടുക്കുകയും അള്ളാഹിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന ന്യൂനപക്ഷത്തോടൊപ്പം അള്ളാഹു അവരെ അവൻ്റെ ഔദാര്യം കൊണ്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, ആശുപത്രികളിലുള്ളവർ, അള്ളാഹു അവൻ്റെ കുദ്റത്ത് കൊണ്ട് ഇടപെടുകയും അസ്ബാബുകളെ പരിഗണിക്കാതെ അള്ളാഹു അവൻ്റെ കുദ്റത്ത് കൊണ്ട് ആ രോഗങ്ങളെ മാറ്റി ആഫിയത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ وقال النبي صلى الله عليه وسلم من صلى علي واحدة صلى الله بها عليه عشرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن خلفائه الراشدين المرضيين أبي بكر وعمر وعثمان وعلي رضي الله عنهم اللهم سائر الصحابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم اصلحنا واصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا اللهم انصر جيوش المسلمين اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين واردين في بدك وبحرك وجوك أجمعين يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم